ആ പൂന്റെ മണം. പക്ഷെ ഇവിടെ അതിന്റെ ചെടിയൊന്നും കാണുന്നില്ലല്ലോ. ഗുഡ് മോർണിംഗ് അനു. എന്തേ നിന്റെ അമ്മ ഇന്ന് വന്നില്ലേ? നിങ്ങൾ താമസിക്കുന്ന വീട്ടിലെ അമ്മ ഭക്ഷണം എടുത്തോണ്ട് പോയി. ഞാൻ ഇത് പറിക്കാൻ വേണ്ടി വന്നതാ. ഈ പൂന്റെ മണം എന്നെ മയക്കെടുക്കുന്ന പോലുണ്ട്. എനിക്കിത് ഒത്തിരി ഇഷ്ടം. ഈ പൂ പ്രേതത്തിന് ഒരുപാട് ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ട്. എന്നാ ഞാൻ പ്രേതാണെന്നും കൂടെ കൂട്ടിക്കോ. സൂര്യ, I don't mind. No, സൂര്യ. എന്തോ ജ്യോതി? ഞാൻ അവിടെ എന്തോ കണ്ടു സൂര്യ. അനന്തന്റെ കൂടെ കൂടി ഞാനും ഇങ്ങനെയായി. ശരി, വാ പോവാം. ഈ കാട്ടിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുന്നത് അത്ര ശരിയല്ല കേട്ടോ. അമ്മ ഇപ്പോഴും എന്നോട് പറയാറുണ്ട് ഇവിടെ ഒരുപാട് ആത്മാക്കളുണ്ടെന്ന്. ആത്മാവോ? ആത്മാവല്ല എങ്ങനെയാ? മനുഷ്യരുടെ ആത്മാവ്. ഇവിടെ വെച്ച് മരിച്ചു പോയവരുടെ ഇതാ. അമ്മ ഇടയ്ക്ക് പറയുന്ന കേൾക്കാം ഇവിടെ കുറെ ആത്മാക്കൾ കറങ്ങി നടപ്പുണ്ടെന്ന്. അതില് ചിരിക്കാൻ എന്താ ഉള്ളത് കട്ടപ്പ? പാഴടഞ്ഞ വീട് കണ്ടിട്ടില്ലേ? മാഡം ക്ഷമിക്കണം, ഞാൻ എന്റെ അനുഭവം ഓർത്ത് ചിരിച്ചു പോയതാ. രാജ എന്നോട് നിങ്ങൾ എല്ലാരെയും വിളിച്ചോണ്ടുപോയിട്ട് ഈ വീടാ കാണിക്കാൻ പറഞ്ഞേ. ഞാനിവിടെ വന്നപ്പോ അതേ വീട് തന്നെയാണ് നിങ്ങളും കാണിക്കാൻ പറയുന്നത്. ഈ ഫോട്ടോയിലുള്ള വീട് എവിടെയാ ഉള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ അടുത്ത് തന്നെയാ. ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ ഉണ്ടാവും, അത്ര തന്നെ. ഇതാ നിങ്ങളുടെ ഫോണ്. എന്താ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാ എന്റെ യജമാന്റെ അമ്മ മരിച്ചുപോയി. അവർക്ക് കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു, അതാ ലേറ്റായ. അപ്പൊ ഇന്നൊരാൾ മരിച്ചാ ഇന്ന് തന്നെ ചരമവാർഷികം നടത്തുവോ? ഇവനെ കൊണ്ട് അവര് മരിച്ചിട്ട് 3 വർഷമായി. അത് നിങ്ങൾക്ക് തമാശയാണോ ഏട്ടാ? അയ്യോ, ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല സഹോദര. രാജ നിങ്ങൾ എല്ലാരെയും ആ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് കുറച്ച് ചെലവാകും പുള്ളി തരാനും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ ഫ്രീ ആയതുകൊണ്ട് നിങ്ങൾ എല്ലാരെയും അങ്ങോട്ട് കൊണ്ടുപോകാന്ന് വിചാരിച്ചു. അതിനാ ചിരിച്ചേ. ഇതെനിക്ക് തമാശയായി തോന്നുന്നില്ല കേട്ടോ. ആനന്ദ്, ഇവനും കൂടെ ഇടയ്ക്ക് കയറി. നമുക്ക് ഇന്ന് ഞാൻ വീട്ടിലേക്ക് പോവാം. 10 മിനിറ്റിൽ ഇറങ്ങണം. ഒരു മിനിറ്റ്, ഞാൻ ഈ കാര്യം പറയണോ വേണ്ടയോന്നറിയില്ല. ആ വീട് ശരിയല്ല. ഇവിടെയുള്ളവരാരും അങ്ങോട്ടേക്ക് പോകാറേയില്ല. നിങ്ങളൊന്നും മിണ്ടാതിരിക്കൂ. ആ വീട്ടിൽ എന്താ പ്രശ്നം? ഞാൻ ദിവസം ആ വഴിക്കാ പോയും വന്നും ഇരിക്കുന്നേ. ഒരു പ്രശ്നവും ഇല്ല. ദേ നോക്ക്, പാചകം ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താ മതി, അത്ര തന്നെ. അവിടെ ശരിയല്ല എന്നൊക്കെ പറയുന്നേ. ആഹാ, നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കണ്ട. അങ്ങനത്തെ വീട് എങ്ങനെ മാറ്റണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിവേസ്, കാര്യങ്ങൾ പറഞ്ഞതിന് ഒരുപാട് നന്ദി. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. കം ഓൺ, ഡ്രസ് ചേഞ്ച് ചെയ്യുന്നില്ലേ? ഇല്ല സൂര്യ, നിങ്ങൾ പൊക്കോ. എനിക്ക് രാവിലെ തൊട്ട് തലവേദന എടുക്കുന്നു. ഒറ്റയ്ക്ക് നിൽക്കുവോ നീ ഇവിടെ? ഞാൻ തനിച്ചോ? ഇവരുണ്ടാവില്ലേ? എന്താ ഉണ്ടാവില്ലേ?